പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പലിശയാണ്. പലിശയ്ക്കകത്തിലെ സാധാരണ പലിശ എന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 8 മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോയിലായിട്ട് 8 മോഡൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് 9ാമത്തെ മോഡലാണ്. അപ്പോൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളതായിരുന്നു അല്ലേ? PNR ഡിവൈഡ് ബൈ 100 ഇതാണ് സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ. ഇതിനകത്ത് പി എന്ന് പറയുന്നത് നമ്മുടെ മുടക്കുമുതൽ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ്. എൻ എന്ന് വെച്ചാൽ എത്ര വർഷത്തേക്കാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്കാണ് ആർ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നമ്മൾ ആറെന്ന് പറയുന്നത് ഒരു നിരക്കായിരുന്നു ഇതുവരെ നമുക്ക് തന്നുകൊണ്ടിരുന്നത് അല്ലേ? ഒരു നിരക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. മോഡൽ 9 ആദ്യ വർഷം 8%, രണ്ടാം വർഷം 7%, മൂന്നാം വർഷം 5% പലിശ നിരക്കിൽ 30,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? എന്താ പറഞ്ഞിരിക്കുന്നത്? 8% പലിശയ്ക്ക് ആദ്യ വർഷം, രണ്ടാം വർഷം 7% പലിശ, മൂന്നാം വർഷം 5% പലിശ. ആ നിരക്കിൽ 30,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ നോക്കിയേ. ഇവിടെ ആറെന്ന് പറയുന്നത് ഒന്നാമത്തെ വർഷം R1, ഒന്നാമത്തെ വർഷം 8% പലിശയുണ്ട്. രണ്ടാമത്തെ വർഷം R2 എന്ന് പറയുന്നത് 7% പലിശയുണ്ട്. മൂന്നാമത്തെ വർഷം R3 എന്ന് പറയുന്നത് 5% പലിശയുണ്ട് അല്ലേ? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താ? ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100 ആണ്. PNR ഡിവൈഡ് ബൈ 100 ആണ്. ഇവിടെ പി തന്നിട്ടുണ്ട് 30,000. ഇതാണ് പി അല്ലേ? എത്ര രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്? അതാണ് 30,000. അതാണ് പി. എൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 3 വർഷം അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സ് 3 വർഷം എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ആറാണ് ഇവിടെ. 3 തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാം വർഷത്തെ പലിശ നിരക്കും രണ്ടാം വർഷത്തെ പലിശ നിരക്ക്, മൂന്നാം വർഷത്തെ പലിശ നിരക്ക്, അങ്ങനെ 3 നമുക്ക് തന്നേക്കുന്നത്. 3 പലിശ നിരക്കാണ് തന്നേക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ പലിശ നിരക്കാണ് നമുക്ക് തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3 കൂടെ, ഈ 3 പലിശ നിരക്കും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 3 പലിശ നിരക്കും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ R1 ഒന്നാമത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും മൂന്നാമത്തെ വർഷത്തെയും എന്ത് ചെയ്യുക? പലിശ നിരക്ക് കൂട്ടുക. എന്ന് വെച്ചാൽ 8, 7, 5 8, 7, 5 8, 7, 15, 5 20% എന്ന് കിട്ടി അല്ലേ? 3 പലിശ നിരക്കും കൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അങ്ങ് കൂട്ടുക. ഇങ്ങനെ കൂട്ടിയതിന് ശേഷം ഒരു വർഷത്തെ പലിശ കണക്കാക്കിയാൽ മതി. ഒരു വർഷത്തെ, ഇവിടെ 3 വർഷം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. പക്ഷേ ഇങ്ങനെ 3 വർഷമാണ് നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ പലിശ നിരക്ക് തന്നതിനാൽ എന്ത് ചെയ്യുക? പലിശ നിരക്കുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വർഷത്തെ പലിശ കണ്ടാൽ മതി. ഒരു വർഷത്തെ പലിശ കണ്ടാൽ മതി. മനസ്സിലായോ? ഒന്നിൽ കൂടുതൽ പലിശ നിരക്കാണ് ക്വസ്റ്റ്യനിൽ കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അത് പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വർഷത്തെ പലിശ കണ്ടാൽ മതി. ഒരു വർഷത്തെ പലിശ എന്ന് പറയുമ്പോൾ എന്ത് വരും? PNR ഡിവൈഡ് ബൈ 100 അല്ലേ? PNR ഡിവൈഡ് ബൈ 100. ഇവിടെ പി എന്ന് പറയുന്നത് 30,000 ആണ്. 30,000 ഇൻറ്റു എൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു വർഷത്തെ പലിശ നിരക്ക് കണ്ടാൽ മതി. ഈ 3 വർഷം എന്നുള്ളത് നമ്മൾ നോക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ഒരു വർഷത്തെ എടുത്താൽ മതി. ഇൻറ്റു 1 ഇൻറ്റു ഇവിടെ ആറെന്ന് പറയുന്നത് ഈ 3 കൂടെ, ഈ 3 പലിശ നിരക്കും കൂടെ കൂട്ടിയ ആൻസർ എന്ന് വെച്ചാൽ 20 അല്ലേ? ആ 20 എടുക്കണം. ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 23 6,000. ഓക്കെ. നമ്മുടെ പലിശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6,000. 3 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ എന്ന് വെച്ചാൽ എത്ര രൂപ കിട്ടി? 6,000. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഒന്നിൽ കൂടുതൽ പലിശ നിരക്കാണ് ക്വസ്റ്റ്യനിൽ കാണാൻ തരുന്നതെങ്കിൽ പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് ഒരു വർഷത്തെ പലിശ കാണുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഏത് നോക്കിയേ. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2% പലിശ നിരക്കിൽ 25,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? നമ്മൾ പഠിച്ചെന്താ? ഒന്നിൽ കൂടുതൽ പലിശ നിരക്കാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആ പലിശ നിരക്കെല്ലാം കൂടെ ആദ്യം കൂട്ടുക. 5ഉം 3ഉം 2ഉം കൂടെ കൂട്ടുക. 5ഉം 3ഉം 2ഉം 8, 8ഉം 2ഉം 10%. ഇനി എന്ത് ചെയ്യണം? ഒരു വർഷത്തെ പലിശ കാണണം. ഒരു വർഷത്തെ പലിശ എന്ന് വെച്ചാൽ PNR ഡിവൈഡ് ബൈ 100. സാധാരണ പലിശ ആണുള്ള ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100. പി എന്ന് പറയുന്നത് 25,000 ആണ്.
ഇൻറ്റു എൻ എന്ന് പറയുന്ന ഒരു വർഷത്തെ എടുക്കണം. എൻ എന്ന് പറയുന്ന 1 എടുത്തു. ആർ എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 10 എന്ന് കിട്ടി. എല്ലാ പലിശയും കൂടെ കൂട്ടുന്നത് ഡിവൈഡ് ബൈ 100 അല്ലേ. 0 ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ 2500 എന്ന് കിട്ടി. 2500 ഓപ്ഷൻ സി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദ്യ വർഷം 12%, രണ്ടാം വർഷം 8%, മൂന്നാം വർഷം 5% പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഒന്നിൽ കൂടുതൽ പലിശ നിരക്ക് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടണം. 12 + 8 + 5, 12 + 8 20, 20 + 5 25%. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു വർഷത്തെ പലിശ കാണണം. ഒരു വർഷം എന്ന് വെച്ചാൽ PNR ഡിവൈഡ് ബൈ 100. സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100. ഒരു വർഷം ആയതുകൊണ്ട് പി എന്ന് പറയുന്നത് നമുക്ക് എത്ര കൊടുക്കാം? 50,000. പി എന്ന് പറയുന്നത് 50,000 ഇൻറ്റു എൻ എന്ന് പറയുന്ന ഒരു വർഷം, ആർ എന്ന് പറയുന്നത് 25 ഡിവൈഡ് ബൈ 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്ത് 25 ഇൻറ്റു 5 12,500 എന്ന് കിട്ടും. 12,500. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ. ആദ്യ വർഷം 7%, രണ്ടാം വർഷം 5%, മൂന്നാം വർഷം 9%, നാലാം വർഷം 4% പലിശ നിരക്കിൽ 20,000 രൂപയ്ക്ക് 4 വർഷത്തെ സാധാരണ പലിശ എന്ത്? 20,000 രൂപയ്ക്ക് 4 വർഷത്തെ സാധാരണ പലിശ എന്ത്? എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നിൽ കൂടുതൽ പലിശ നിരക്ക് തന്നു കഴിഞ്ഞാൽ പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടുക. 7 + 5 + 9 + 4 അല്ലേ. എത്ര കിട്ടും? 7 5 12, 7 5 12 9 21 4 25 എന്ന് കിട്ടി അല്ലേ. 25%. ഇനി എന്ത് ചെയ്യുക? ഒരു വർഷത്തെ പലിശ കാണുക. PNR ഡിവൈഡ് ബൈ 100. PNR ഡിവൈഡ് ബൈ 100. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? ഇവിടെ 20,000. പി എന്ന് പറയുന്നത് 20,000 ഇൻറ്റു എൻ ഒരു വർഷം ഇൻറ്റു 25 ഡിവൈഡ് ബൈ 100 അല്ലേ. 0 ക്യാൻസൽ ചെയ്ത് 200 ഇൻറ്റു 25 200 ഇൻറ്റു 25 എത്ര കിട്ടും നമുക്ക്? 5,000 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓപ്ഷൻ എ. ഇതേ നോക്കിയാൽ ലാസ്റ്റ് കണക്ക്. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 4%, മൂന്നാം വർഷം 8%, നാലാം വർഷം 3% പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 4 വർഷത്തെ സാധാരണ പലിശ എന്ത്? ഒന്നിൽ കൂടുതൽ പലിശ നിരക്കായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടുക. 8 + 3 അല്ലേ. 5 4 9, 9 8 17 3 20% എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒരു വർഷത്തെ പലിശ കാണുക. PNR ഡിവൈഡ് ബൈ 100. പി എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്ര കിട്ടിയായിരുന്നു? 20 ഡിവൈഡ് ബൈ 100 അല്ലേ. 0 ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടി നമുക്ക്? 10,000 എന്ന് കിട്ടും. 10,000. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ആദ്യത്തെ മോഡൽ മനസ്സിലായല്ലോ? ഒന്നിൽ കൂടുതൽ പലിശ നിരക്കാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടുക. എന്നിട്ട് സാധാരണ പലിശ നിരക്ക് ഒരു വർഷത്തെ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മോഡൽ 10. 50,000 രൂപയ്ക്ക് സാധാരണ പലിശ പ്രകാരം 2 വർഷം കൊണ്ട് 60,000 രൂപയായി. അപ്പോൾ 50,000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു. 50,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 50,000 എന്നുള്ളത് എത്രയായി? 60,000 രൂപയായി. ഓക്കെ ആണോ? 50,000 രൂപ സാധാരണ പലിശ പ്രകാരം 2 വർഷം കൊണ്ട് എത്രയായി? 60,000 രൂപയായി. അങ്ങനെയാണെങ്കിൽ എന്തേ നോക്കി, 50,000 രൂപയാണ് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത്. അത് 60,000 രൂപയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ കൂടിയ എത്ര രൂപയാണ് കൂടിയത്? 50,000 രൂപയാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചത്. അതെന്ത് ചെയ്തു? 2 വർഷം കഴിഞ്ഞപ്പോൾ 60,000 രൂപയായി. എന്ന് വെച്ചാൽ എക്സ്ട്രാ നമുക്ക് എത്ര കിട്ടി? 10,000 രൂപ കിട്ടി അല്ലേ. എക്സ്ട്രാ എന്ത് കിട്ടി? 10,000 രൂപ കിട്ടി. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? 50,000 രൂപയായിരുന്നു നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് എത്രയായി? 60,000 രൂപയായി. എന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിച്ച തുകയുടെ കൂടെ 10,000 രൂപ നമുക്ക് എന്ത് കിട്ടി? പലിശ കിട്ടി. അധികം കിട്ടി. അധികം കിട്ടിയത് എന്താണ്? നമ്മുടെ പലിശയാണ്. അധികം കിട്ടിയത് പലിശയാണ്. എന്ന് വെച്ചാൽ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ പലിശയാണ് എത്ര എന്ന് പറയുന്നത്? 10,000 എന്ന് പറയുന്നത്. 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ പലിശയാണ് 10,000. 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ പലിശ 10,000 രൂപ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമുക്ക് കിട്ടിയത് എത്ര രൂപയായിരിക്കും? 2 വർഷം കൂടെ നമുക്ക് കിട്ടിയ പലിശ 10,000 രൂപയാണെങ്കിൽ ഒരു വർഷം നമുക്ക് കിട്ടിയ പലിശ കാണാൻ എന്ത് ചെയ്യണം? 10,000 ഡിവൈഡ് ബൈ 2 അല്ലേ. 10,000 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 5,000 രൂപ. 5,000 രൂപയാണ് നമുക്ക് ഒരു വർഷം കിട്ടിയത്. ഓക്കെ ആണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്?
50,000 രൂപ 2 വർഷം കൊണ്ട് 60,000 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? 10,000 രൂപ അധികം കിട്ടി. 10,000 രൂപ 2 വർഷത്തെ എന്താണ്? പലിശയാണ് അല്ലേ? 2 വർഷത്തെ പലിശയാണ് ഈ 10,000 രൂപ. ഇനി 2 വർഷം 10,000 രൂപ പലിശ കിട്ടിയെങ്കിൽ ഒരു വർഷം എത്ര രൂപ കിട്ടിക്കാണും? 5,000 രൂപ കിട്ടിക്കാണും. ഒരു വർഷം എന്ത് ചെയ്തു? 5,000 രൂപ കിട്ടി. എന്ന് വെച്ചാൽ 50,000 രൂപയ്ക്ക് 50,000 രൂപയല്ലേ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്? ഈ 50,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് എത്ര രൂപ പലിശ കിട്ടി? 5,000 രൂപ പലിശ കിട്ടി. ഓക്കെ ആണോ? 50,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് 5,000 രൂപ പലിശ കിട്ടിയെങ്കിൽ ആ പലിശ നിരക്ക് എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? പലിശ നിരക്ക് എത്രയാണ്? എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പലിശ അല്ലേ? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ പലിശ ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100 ഓക്കെ ആണോ? ഇതെന്തുമായിട്ടെങ്കിലും ബന്ധമുള്ള ഒരു ഇക്വേഷനാണോ? ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഇക്വേഷൻ വല്ലതും ആണോ? നോക്കിയ ലാഭ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അതുമായിട്ട് ഏകദേശം സാമ്യമുണ്ട് അല്ലേ? അതുമായിട്ട് സാമ്യമല്ല, അതാണ് ആ ഇക്വേഷനാണ്. ഇവിടെ ടേംസ് മാറും. ലാഭം എന്ന് പറയുന്നത് എത്ര? നമ്മളിവിടെ 50,000 രൂപ നിക്ഷേപിച്ചപ്പോൾ നമുക്ക് 10,000 രൂപ 10,000 രൂപ നമുക്ക് ലാഭം കിട്ടി അല്ലേ? ഒരു വർഷം നമുക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അപ്പോൾ ലാഭവും പലിശയും ഏകദേശം ഒന്നാണ്. ഇനി മുടക്കിയ മുതൽ അല്ലെങ്കിൽ വാങ്ങിയ വില അല്ലേ? നമ്മൾ എത്ര രൂപയാണ് ചിലവാക്കുന്നത് അതാണ് മുടക്കിയ മുതൽ അല്ലെങ്കിൽ വാങ്ങിയ വില. അപ്പോൾ അതും സെയിം ആണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ലാഭ ശതമാനമായിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, ഇവിടെ പലിശ നിരക്ക് R = പലിശ ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ അല്ലെങ്കിൽ നമ്മൾ ഇട്ട കാശ് അല്ലേ? നമ്മൾ മുടക്കിയ മുതൽ ഇൻറ്റു 100. ഓക്കെ, ഇക്വേഷനകത്തോട്ട് വാല്യൂ ഇട്ട് നോക്കിയേ. ഇവിടുത്തെ ആ പലിശ എന്ന് പറയുന്നത് 5,000 ആണ്. 5,000 ഡിവൈഡ് ബൈ 50,000 ഇൻറ്റു 100. ഓക്കെ ആണോ? ഇവിടെ ഒരു 0 വെട്ടിക്കളഞ്ഞ് ഈ 5,000 ഈ 5,000 വെട്ടിക്കളഞ്ഞു. ബാക്കി എത്ര അവശേഷിച്ചു? 10. ബാക്കി 10. അങ്ങനെയാണെങ്കിൽ 10% ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? പലിശ നിരക്ക് എന്ന് പറയുന്നത് 10%. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 20,000 രൂപ സാധാരണ പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് 26,000 രൂപയായി എങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? 20,000 രൂപ എന്തായി? 26,000 രൂപയാണ് ആയി. 20,000 രൂപ എന്ത് ചെയ്തു? 26,000 രൂപയാണ്. അധികമായിട്ട് നമുക്ക് കിട്ടിയത് എത്ര രൂപയാ? 6,000 രൂപ അല്ലേ? ഈ 6,000 രൂപ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് കിട്ടിയത്? 3 വർഷം കൊണ്ടാണ് നമുക്ക് കിട്ടിയത് 6,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ 3 വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 6,000 രൂപയാണ്. 3 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 6,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ എന്തായിരിക്കും? 6,000 ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഒരു വർഷത്തെ പലിശ എന്തായിരിക്കും? 6,000 ഡിവൈഡ് ബൈ 3 നമുക്ക് 2,000 എന്ന് കിട്ടി. എത്ര കിട്ടി? 2,000. അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 2,000 രൂപയാണ്. 20,000 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ 2,000 രൂപയാണെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? പലിശ ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100 അല്ലേ? പലിശ എത്രയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ഒരു വർഷത്തേക്ക് 2,000 രൂപ അല്ലേ? ഒരു വർഷത്തെ വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു വർഷത്തെ പലിശ ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ എന്ന് പറയുന്നത് 20,000 രൂപ ഇൻറ്റു 100. ഓക്കെ ആണോ? ഇവിടെ 0 ക്യാൻസൽ ചെയ്ത് 2,000 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10%. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? ഈ പലിശ നിരക്ക് അല്ലെങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. എന്താ? പലിശ ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100. ഇത് ഒരു വർഷത്തെ പലിശ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക? അതേ ഡിവൈഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശ നിരക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്ത മോഡൽ നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. നമ്മളൊരു തുക ഒരു ബാങ്കിലിട്ട് അത് 5 വർഷം കൊണ്ട് എന്ത് ചെയ്തു? ഇരട്ടിയായി. 5 വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം? പറഞ്ഞ് മനസ്സിലായോ? നമ്മളൊരു കാശ് ബാങ്കിലിട്ടു, അത് 5 വർഷം കൊണ്ട് അതെന്തായി? ഇരട്ടിയായി. 5 വർഷം കൊണ്ട് അത് ഇരട്ടിയായി. നമുക്ക് 10 ഇരട്ടിയാകണമെങ്കിൽ
10 ആകണമെങ്കിൽ എത്ര വർഷം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. 10 ആകണമെങ്കിൽ എത്ര വർഷം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാ എളുപ്പ വഴി ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കിയേ. ഒരു തുക സാധാരണ പലിശക്രമത്തിൽ എക്സ് വർഷം കൊണ്ട് ഇരട്ടിയായി. എക്സ് വർഷം കൊണ്ട് അതെന്തായി? ഇരട്ടിയായി. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ 5 വർഷം കൊണ്ട് അതെന്തായി? ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ n ഇരട്ടിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? n-1 ഇൻറ്റു എക്സ് സമയം വേണം. n-1 ഇൻറ്റു എക്സ് സമയം വേണം. n എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് തന്നത്, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയാകാനെടുത്ത സമയം. മനസ്സിലായോ? ഇക്വേഷൻ പഠിച്ചോ? n-1 ഇൻറ്റു എക്സ്, n-1 ഇൻറ്റു എക്സ്. ഇവിടെ നോക്കിയേ, ഒരു തുക സാധാരണ പലിശക്രമത്തിൽ പലിശപ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. അതാണ് എക്സ്. ഈ 5 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്. അത് ഇരട്ടിയാകാനെടുത്ത സമയം അതാണ് എക്സ്. അത് മുടക്കുമുതലിൻ്റെ n ഇരട്ടിയാകണമെങ്കിൽ ഇവിടുത്തെ 10 എന്ന് പറയുന്നതാണ് എന്ത്? n ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം? ഇക്വേഷൻ നോക്കിയേ, n-1 ഇൻറ്റു എക്സ്. ഇവിടെ n എന്ന് പറയുന്ന 10 ആണ്. 10-1 ഇൻറ്റു 5 അല്ലേ? 10-1 എത്ര? 9. 9 ഇൻറ്റു 5 45. ഓപ്ഷൻ സി. മനസ്സിലായോ? ഇക്വേഷൻ കാണാൻ പഠിച്ചു വെച്ചോ. n-1 ഇൻറ്റു എക്സ്. എക്സ് എന്താണ്, n എന്താണ് തിരിഞ്ഞു പോരുത്. ഇരട്ടിയാകാൻ എടുക്കുന്ന സമയമാണ് എക്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ തരുന്ന ആ കാലയളവാണ് n എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതേ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 4 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ 7 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം വേണം? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 4 ആണ്, n എന്ന് പറയുന്നത് 7 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? n-1 ഇൻറ്റു എക്സ്. n-1 ഇൻറ്റു എക്സ്. n എന്ന് പറയുന്നത് എത്രയാ? 7. 7-1 ഇൻറ്റു 4. 7-1 എത്ര? 6. 6 ഇൻറ്റു 4 24 വർഷം വേണം. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? ഇത് അടുത്ത് നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ 5 ഇരട്ടിയാകണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 8 ആണ്, n എന്ന് പറയുന്നത് 5 ആണ്. ഇക്വേഷൻ n-1 ഇൻറ്റു എക്സ്. n-1 എന്ന് വെച്ചാൽ 5-1 ഇൻറ്റു 8. 4 ഇൻറ്റു 8 32. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സാധാരണ പലിശ പ്രകാരം 4 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും? ഓക്കെ ആണോ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, n എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അപ്പോൾ n-1 ഇൻറ്റു എക്സ്. n-1 എത്രയാ? 9. 9 ഇൻറ്റു 4 36. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി അല്ലേ? ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 8 ആണ്. അത് മുടക്കുമുതലിൻ്റെ 8 ഇരട്ടിയാകാൻ n എന്ന് പറയുന്നതും 8 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ? n-1 ഇൻറ്റു എക്സ്. n എന്ന് പറയുന്നത് 8 ആണ്. 8-1 7. 7 ഇൻറ്റു 8 56. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അടുത്ത മോഡൽ നോക്കിക്കോ. മോഡൽ 12. ഒരാൾ ഒരു തുക 5% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? ഒരാൾ ഒരു തുക 5% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരാൾ ഒരു തുക 5% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? ഇവിടെ നോക്കിയേ, 6 എന്ന് പറയുന്ന പലിശ നിരക്കെന്ന് പറയുന്നത് 5%. പലിശ നിരക്ക് എത്രയാണ്? 5%. നമ്മൾ മോഡൽ 7-ൽ 7ാമത്തെ മോഡലിനകത്തിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു അല്ലേ? എന്താ? ഒരു തുക n വർഷം കൊണ്ട് ഇരട്ടിയാകണമെങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് കാണാൻ r = 100/n ചെയ്തായിരുന്നു. 100/n ചെയ്തായിരുന്നു അല്ലേ? ഒരു തുക n വർഷം കൊണ്ട് ഇരട്ടിയാകണമെങ്കിൽ r = 100. അവിടുത്തെ പലിശ നിരക്ക് r = 100/n ചെയ്തായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുക അല്ലേ? ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്നാണ്. 6 തന്നിട്ടുണ്ട്. നേരെ എന്താ ചോദിച്ചേക്കുന്നത്? n ആണ് ചോദിച്ചേക്കുന്നത്. എത്ര വർഷം കൊണ്ടാണ് ഇത് ഇരട്ടിയാകുന്നത്? ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷനകത്ത് r = 100/n എന്നുള്ളതാണ് അല്ലേ? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇക്വേഷൻ പഠിക്കുക. n ഇവിടെ വരും, r നേരെ താഴെ പോകും. n = 100/r. n = 100/r.
ഓക്കെ, അപ്പം പലിശ നിരക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ 100/n. എത്ര വർഷമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 100/6. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് 100/ ഇവിടുത്തെ 6 എന്ന് പറയുന്നത് 5%. 100/5 എത്രയായിട്ട് നമുക്ക് 20 വർഷം. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ ഒരു തുക 10% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? ഇരട്ടിയാകണമെങ്കിൽ, ഇരട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇരട്ടിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? 100/n കൊടുക്കണം. 100/, ഇവിടെ 6 തന്നേക്കുന്നത്, അതുകൊണ്ട് 100/6, 100/10 ആൻസർ കിട്ടും 10%. ഓക്കെ, 3 ഇരട്ടിയാകണമെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 3 ഇരട്ടിയാണെങ്കിൽ 200/6 ചെയ്യണം. 4 ഇരട്ടിയെങ്കിൽ 300/6 ചെയ്യണം അല്ലേ? എല്ലാത്തിൻ്റെ ഇരട്ടിയിൽ നിന്ന് 1 കുറയ്ക്കണം. ഇതിവിടെ 3 ഇരട്ടി അല്ലേ? 3 ഇരട്ടി, 3ൽ നിന്ന് 1 കുറയ്ക്കണം 200. 4 ഇരട്ടി, 4ൽ നിന്ന് 1 കുറയ്ക്കണം 300. 10 ഇരട്ടിയാണെങ്കിലോ 10ൽ നിന്ന് 1 കുറയ്ക്കണം 900/6. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു തുക 25% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും അല്ലേ? ഇവിടെയും ഇക്വേഷൻ 100/6, ഇരട്ടിയായതുകൊണ്ടാണ് 100/6 അല്ലേ? 3 ഇരട്ടിയായാൽ 200/6, 4 ഇരട്ടിയായാൽ 300/6. ഇത് നമ്മൾ മോഡൽ 7 പഠിച്ചാണ്. മനസ്സിലാകാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇത് നോക്കിയേ, ഇക്വേഷൻ 100/25, ആൻസർ എത്ര കിട്ടി? 4%. ഓക്കെ ആണോ? ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ മോഡൽ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അത് മോഡൽ 13 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഒരു തുക സാധാരണ പലിശ പ്രകാരം 45 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എന്ത്? മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എന്ത്? ഓക്കെ ആണോ? ഇവിടെ പലിശ നിരക്കാണ് നമ്മളടുത്ത് കാണാൻ ചോദിക്കുന്നത്. പലിശ നിരക്ക് കാണാനുള്ള ഇക്വേഷൻ നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം n വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ ഇരട്ടിയായാൽ, അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കുന്നത് 100/n ആണ്. ഓക്കെ, ഇനി n വർഷം കൊണ്ട് 3 ഇരട്ടിയായാൽ ഇക്വേഷൻ r = 200/n. കണ്ടോ? 3ൽ നിന്ന് 1 കുറച്ചാൽ 2, അങ്ങനെ കണക്ക് കൂട്ടണം. 200/n. ഇനി n വർഷം കൊണ്ട് 4 ഇരട്ടിയായാൽ, ഇവിടെ 4 - 1 3 അല്ലേ? അപ്പം 300/n ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ n = 5 ഇരട്ടിയായാൽ എത്രയായിരിക്കും? r = 400/n. അങ്ങനെ പോയി കഴിഞ്ഞാൽ n = 10 ഇരട്ടിയായാൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 10ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 900/n അല്ലേ? ഇതാണിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞ? ഒരു തുക സാധാരണ പലിശ പ്രകാരം 45 വർഷം കൊണ്ട്, അപ്പോൾ എന്നിൻ്റെ വാല്യൂ വന്നു 45 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയായാൽ r = പലിശ നിരക്ക് = 900/n അല്ലേ? 900/ ഇവിടെ n എത്രയായിട്ട്? 45. ആൻസർ എത്രയായിട്ടും? 20%. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നോക്കിയ ഒരു തുക സാധാരണ പലിശ പ്രകാരം 25 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 6 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എന്ത്? ഇവിടെ നോക്കിയേ, n എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 25 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 വർഷം കൊണ്ട് തുകയുടെ 6 ഇരട്ടിയായാൽ ഇക്വേഷൻ എന്തായിരിക്കും? 6 ഇരട്ടിയായാൽ r = 6ൽ നിന്ന് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. അപ്പോൾ 5. 500/n. 500/n എത്ര? 25 അല്ലേ? ആൻസർ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തുക സാധാരണ പലിശ പ്രകാരം 30 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയായെങ്കിൽ നോക്കിയേ, 30 വർഷം കൊണ്ട്, അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 30 വർഷം കിട്ടി. അപ്പോൾ 30 വർഷം കൊണ്ട് 10 ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10ൽ നിന്ന് 1 കുറയ്ക്കണം. r = 900/n. ഓക്കെ ആണോ? 900/n എത്രയായിട്ട് നമുക്ക്? 900/30. ആൻസർ 30%.
ഓക്കെ ആണോ? ഇവിടെ 6 കണ്ടുപിടിക്കാൻ തന്നത്, n തന്നിട്ടുണ്ട്. നേരെ തിരിച്ചു പറഞ്ഞാലോ, n തരാതെ 6 തന്നിട്ട് n കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള ഇക്വേഷൻ തൊട്ട് മുമ്പിലുള്ള മോഡലിൽ നമ്മൾ പഠിച്ച് എന്ത് ചെയ്യണം? 900/6 എന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് n കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലാക്കി പഠിക്കണേ. ഓക്കെ, ഒരു തുക സാധാരണ പലിശ പ്രകാരം 40 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 9 ഇരട്ടി ആയെങ്കിൽ പലിശ നിരക്ക് എന്ത്? ഓക്കെ, n എന്ന് പറയുന്നത് 40 വർഷം എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്തോ 9 ഇരട്ടി. 9 ഇരട്ടി എന്ന് പറഞ്ഞാൽ 9ൽ നിന്ന് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. അപ്പോൾ 8 എന്ന് കിട്ടും. 800/n. 800/40 എത്രയായിട്ട് നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഈ മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു സാധാരണ പലിശ. അടുത്ത ടോപ്പിക്ക് നമ്മൾ കൂട്ടുപലിശ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കുക.